അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ കണ്ണനാങ്കുഴി മക്കാം നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. യാദൃശ്ചികമായിട്ട് എത്തിപ്പെട്ടതാണ് ഈ വഴിക്ക്. അപ്പോൾ ഇവിടെ ഒരു മഹാൻ്റെ മക്ബറയുണ്ട്. ഒരു വലിയ മഹാനാണ്. ദ്വാക്കൊക്കെ വലിയ അസറുള്ള ഒരു വലിയ മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഇവിടെ. ഏകദേശം 200 വർഷത്തോളം പഴക്കമുണ്ട് ഈ മഹാൻ്റെ മക്കാമിന് കേട്ടോ. അതായത് ഏകദേശം ഒരു 109 വയസ്സ് പ്രായമായ ഒരു ഉമ്മ ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. അപ്പോൾ ആ ഉമ്മ പറഞ്ഞിരുന്നു അവരുടെ ഉപ്പാൻ്റെയൊക്കെ കാലത്ത് ഈ മക്കാമുണ്ടെന്ന്. അങ്ങനെയാണ് ഏകദേശം ഒരു കണക്ക് ഒരു 200 വർഷമൊക്കെ പഴക്കം എന്ന് ഇവിടെ ആളുകൾ പറയാനുള്ള കാരണം. അപ്പോൾ സയ്യിദ് സുലൈമാൻ ബാഫഖി തങ്ങൾ എന്ന മഹാനാണ് ഇവിടെ മറവട്ട് കിടക്കുന്നത് കേട്ടോ. സയ്യിദ് സുലൈമാൻ ബാഫഖി റളിയല്ലാഹു അൻഹു, സയ്യിദ് സുലൈമാൻ ബാഫഖി തങ്ങൾ നവ്വറല്ലാഹു മർഖദ എന്ന മഹാനാണ് ഇവിടെ മറവട്ട് കിടക്കുന്നത്. അപ്പോൾ വലിയൊരു മഹാനാണ്. മഹാനവറുകൾ വന്നത് വടക്ക് ഭാഗത്ത് നിന്നാണ് വന്നത് എന്നും കൃത്യമായിട്ട് അറിയില്ല, അങ്ങനെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു മുസാഫിറായിരുന്നു. അങ്ങനെ ഈ ഒരു ഒറ്റപ്പെട്ട ഒരു ഉൾപ്രദേശമാണ്. അങ്ങനെ ഇവിടെ വരികയും ഇബാദത്തിലായി കഴിഞ്ഞുകൂടി ഇവിടെ വെച്ച് മരണപ്പെട്ടു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പിന്നെ ഒരു വിഷയം നമ്മൾ മനസ്സറിഞ്ഞ് പറഞ്ഞാൽ ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ എന്നോട് ഒരു ഉസ്താദ് അനുഭവം പറഞ്ഞത്, ആ ഉസ്താദിൻ്റെ പേരും മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ പ്രയാസമുണ്ട്, അപ്പോൾ അതൊന്നും പറയുന്നില്ല. ആ ഉസ്താദ് ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉപ്പാക്കുള്ള ഒരു വലിയൊരു ബാധ്യത, ഏകദേശം 10 ലക്ഷത്തിൻ്റെ ഒരു ബാധ്യത വന്നപ്പോൾ അദ്ദേഹം ഈ മക്കാമിൽ വന്ന് പറയുകയും ഈ മക്കാമുമായി ബന്ധപ്പെട്ട് ഈ മക്കാമുമായി വലിയ ബന്ധമുള്ള മറ്റൊരു വലിയൊരു ഉസ്താദ്, ഒരു വലിയ പണ്ഡിതൻ്റെ മകൻ, ആ ഉസ്താദ് യാദൃശ്ചികമായിട്ട് അന്ന് വൈകിട്ട് ഇവിടെ വരികയും ഈ ഉസ്താദിനെ കാണുകയും ഇവർ തമ്മിൽ പരസ്പരം മുമ്പ് ബന്ധമില്ല. ഈ ഉസ്താദിൻ്റെ ഉപ്പാൻ്റെ കടബാധ്യതയുമായി വിഷയം ആ ഉസ്താദിനോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ അദ്ദേഹം വന്ന് ഈ ഉസ്താദിനെ കണ്ടിട്ട് എന്നോട് ഈ മഹാന് ഏൽപ്പിച്ചത് പ്രകാരം ഞാൻ എഴുതിയ ഒരു തകിടാണ് ഇത്, ഈ തകിട് വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി, എല്ലാ പ്രയാസങ്ങളും നിങ്ങളുടെ ആ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറുമെന്ന് പറയുകയും അദ്ദേഹം അത് വീട്ടിൽ കൊണ്ടുപോയി അന്ന് രാത്രി തന്നെ ആ ഒരു വലിയ ആ ഒരു സാമ്പത്തികമായ ആ ഒരു പ്രയാസം അവർക്ക് മാറിക്കിട്ടുകയും ചെയ്ത അനുഭവം ആ ഉസ്താദ് എന്നോട് പറയണ്ടായി. അപ്പോൾ വലിയ അസറുള്ള ഹയാത്തുള്ള, അതായത് വലിയൊരു മഹാനാണ് ഇവിടെ മറവട്ട് കിടക്കുന്നത്. ഇത്തരത്തിൽ സാമ്പത്തികമായ വിഷയങ്ങൾക്കൊക്കെ ഒരു ഫലം കണ്ടതായിട്ട് നമുക്ക് ഇവിടുത്തെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ, അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഇവിടെ വരാൻ സാധിച്ചു. ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനൊക്കെ നമുക്ക് ഭാഗ്യം തരട്ടെ. ഈ മഹാൻ്റെ ദറജകൾ അല്ലാഹു തആല ഉയർത്തി കൊടുക്കട്ടെ. ഈ മഹാൻ്റെ ഹക്ക് ബർക്കത്തും കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റിത്തരട്ടെ. അതോടൊപ്പം തന്നെ നമ്മളോട് പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും ഈ മഹാൻ്റെ ബർക്കത്ത് കൊണ്ട് ഹാസിലാക്കി കൊടുക്കട്ടെ. بحق سيدنا محمد صلى الله عليه وسلم. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. رحمن رحيم ما يا الملك الجبار يا راج سيدا يا الله. ഞങ്ങൾ ഓതിയ ഖുർആനു ശരീഫിനെ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിൻ്റെ സവാബിനെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മറ്റു അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ,
അവരുടെ എല്ലാം ഹളറാത്തുകളിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാന്റെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഇവിടുത്തെ ദറജകളെ ഉയർത്തണേ അല്ലാഹ്, ഇവിടുത്തെ ദറജകളെ ഉയർത്തണേ അല്ലാഹ്. ഇവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, സഹായം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടും ഞങ്ങളുടെ സിയാറത്തിൻ്റെ ബർക്കത്ത് കൊണ്ടും സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്, മാപ്പ് നൽകണേ അല്ലാഹ്, മാപ്പ് നൽകണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ ഈ സിയാറത്തും യാത്രയും ഞങ്ങളോതിയ ഖുർആൻ ശരീഫുകളൊക്കെയും നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇതിൻ്റെ എല്ലാം ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള ഖൈറായ ഉദ്ദേശങ്ങളെ ഹസ്വലാക്കി തരണം റഹ്മാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഖൈറായ ഉദ്ദേശങ്ങളെ നീ ഹസ്വലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് പലരും പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് അറിയിച്ചവരുണ്ട്, നേരിട്ട് പറഞ്ഞവരും. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റിലൂടെയും ഒക്കെ അറിയിച്ച ആളുകളുണ്ട്. അവരുടെയൊക്കെയും ഖൈറായ മുഴുവൻ ഉദ്ദേശങ്ങളും ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഹസ്വലാക്കി തരണേ അല്ലാഹ്, ഹസ്വലാക്കണേ അല്ലാഹ്. പടച്ചവനെ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് വർഷങ്ങളായി. അല്ലാഹുവെ, പല നേർച്ചകൾ നൽകി പല ചികിത്സകൾ നടത്തി ഇതുവരെയും മക്കളാകാതെ വിഷമിക്കുന്നവരുണ്ട്. ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മഹാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഗർഭിണിമാർക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. റാഹത്തായ നിലക്കുള്ള പ്രസവം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ സ്വാലിഹത്തുകളാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ പരീക്ഷകൾ അല്ലാഹുവേ അവരുടെ പഠനങ്ങളിലും പരീക്ഷകളിലുമൊക്കെ നീ വിജയിപ്പിക്കണം റഹ്മാനെ. ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഒക്കെ നീ എത്തിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ കള്ളുകുടിയന്മാരാക്കല്ല അല്ലാഹ്, തെമ്മാടികളാക്കല്ല അല്ലാഹ്, വ്യഭിചാരികളാക്കല്ല അല്ലാഹ്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരാക്കല്ല അല്ലാഹ്. മക്കള് കാരണം കണ്ണീര് കുടിക്കേണ്ട അവസ്ഥ നൽകല്ല റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നിന്റെ ഇബാദുകളിൽ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാതെ പ്രയാസപ്പെടുന്നവർ ഖൈറായ ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വാടക വീടുകളിൽ താമസിച്ച് വാടക കൊടുക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്നവർ ഖൈറായ ഭവനങ്ങൾ നൽകണേ അല്ലാഹ്, ഖൈറായ വഴികളെ തുറക്കണേ അല്ലാഹ്. പടച്ചവനെ, വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്. അല്ലാഹു എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനും അതിനുശേഷം നല്ല റാഹത്തോടെ ആഫിയത്തോടെ ആ വീടുകളിൽ താമസിക്കാനും നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാഹ്, ബറക്കത്തുള്ള ജോലി നൽകണേ അല്ലാഹ്. പടച്ചവനെ, കടങ്ങൾ വന്ന് പ്രയാസപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, വലിയ കടബാധ്യതകളുള്ളവരുണ്ട്. ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ട് അതൊക്കെയും എത്രയും പെട്ടെന്ന് വീട്ടി തീർക്കാനുള്ള വഴികൾ നീ തുറക്കണം റഹ്മാനെ. വലിയ കടബാധ്യതകൾ വരുന്ന പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും അല്ലാഹുവേ നീ കാക്കണേ അല്ലാഹ്, നീ സലാമത്താക്കണം റഹ്മാനെ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തി ഖൈറായ ഇണകളെ നീ അടുപ്പിക്കണം റഹ്മാനെ. ഖൈറായ അനുയോജ്യരായ അല്ലാഹുവേ ഇണകളെ നീ അടുപ്പിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ, പ്രത്യേകിച്ച് ഞങ്ങളിൽ പലരും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ പലരും പല രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, പല വേദനകളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവരുടെ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാഹ്, ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ, മാരകമായ രോഗങ്ങൾക്ക് ഞങ്ങളെ അടിമകളാക്കല്ല അല്ലാഹ്.
മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത വലിയ പരീക്ഷണങ്ങൾ തരല്ല അല്ലാ. തന്ന് പരീക്ഷിക്കല്ല അല്ലാ. നീ സലാമത്താക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. പടച്ചവനെ, ഈ സിയാറത്ത് കൊണ്ടൊക്കെയും സാധുക്കളായ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാ. ജീവിതം നന്നാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ആരോടും വെറുപ്പും വിദ്വേഷവും അസൂയയും കിബറും ഉള്ള ഖൽബാക്കല്ല അല്ലാ. പടച്ചവനെ, തഖ്വയും ഈമാനും ഇഖ്ലാസും ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കൽ ഖൈറാകുന്ന കാലം അത്രയും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഇവിടെയൊക്കെ വരാനും സിയാറത്ത് ചെയ്യാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, അതിലുപരി ഹജ്ജും ഉംറയും മറ്റു സിയാറകൾക്കും നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, എല്ലാ ആഫാത്ത്, മുസീബത്തുകൾ, അപകടങ്ങൾ, മാരക രോഗങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ ഇവകളെ തൊട്ടൊക്കെയും ഈമാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. അവസാനം മരിക്കൽ ഖൈറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് നാളെ സ്വർഗത്തിൽ ഹബീബായ തങ്ങളുടെ ജിവാറിൽ ഈ മഹാന്മാരോടൊപ്പം ഞങ്ങളെ ഒരുമിച്ചു കൂട്ടി നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. ഫീ ഖൈരിൻ വലുത്ഫിൻ വആഫിയ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.